നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കിലിൻ എംബാപ്പയ്ക്ക് എത്ര നല്ല സീസണല്ല ക്ലബ് ഫുട്ബോളിൽ കടന്നുപോയത്. ഇനിയിപ്പോൾ വേൾഡ് കപ്പിന് ഫ്രാൻസിൻ്റെ നായകനായിട്ട് അദ്ദേഹം കളിക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. ഇന്ന് അവർ സന്നാഹ മത്സരം കളിക്കുകയാണ് ഐവറി കോസ്റ്റിനെതിരെ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഫ്രാൻസിൻ്റെ കോച്ച് ദിദിയർ ദെഷാം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിച്ചൊരു ചോദ്യമാണ് എംബാപ്പയുടെ ഫോമിനെക്കുറിച്ചും ഈ സീസൺ റയൽ മാഡ്രിഡിലേത് അത്ര മികച്ചതായിരുന്നില്ലല്ലോ, അത് വേൾഡ് കപ്പിനെ ബാധിക്കുമോ എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, എംബാപ്പെ നല്ല ഫോമിലാണ്, ടോപ്പ് ഫോമിലാണ്, ദാറ്റ്സ് ഇറ്റ്. ഫിസിക്കലി സൈക്കോളജിക്കലി ഞാൻ അദ്ദേഹവുമായിട്ട് എപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നതാണ്. തീർച്ചയായിട്ടും താരങ്ങളുമായിട്ട് ക്യാപ്റ്റൻ നിലയിൽ സംസാരിക്കുകയുണ്ടായി. ഒരുപാട് കാര്യങ്ങൾ ക്ലബ് ലെവലിൽ സംഭവിച്ചു. അത് തീർന്നു. അത് ക്ലബിലുള്ളത് എംബാപ്പയുടെ മാത്രം വിഷയമല്ല, അതൊരു കളക്റ്റീവ്ലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ടീമിൻ്റെ കാര്യങ്ങളാണ്, ക്ലബ് ടീമിൻ്റെ കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മളുള്ളത് ദേശീയ ടീമിലാണ്. അപ്പോൾ ദേശീയ ടീമിലാകുമ്പോൾ ട്രെയിനിങ് സെഷൻ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നു, നല്ല എഫേർട്ടുകൾ എല്ലാവരും എടുക്കുന്നുണ്ട്. സോ ഇത് എംബാപ്പയുടെ 3rd വേൾഡ് കപ്പാണ്. ഓൾറെഡി നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എന്നർത്ഥം. സോ ടഫ് ഓപ്പണിനെതിരെ കളിക്കാനുണ്ട്. എംബാപ്പെ ഏതായാലും നല്ല രൂപത്തിലാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് ദിദിയർ ദെഷാം പറയുന്നത്. സംഗതി നമുക്കറിയാം, എംബാപ്പെ ഒരുപാട് വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയൊരു സീസണാണ്. അദ്ദേഹം അവിടെ ലലീഗയിൽ ഗോളൊക്കെ അടിച്ചു കൂട്ടി, ചാമ്പ്യൻസ് ലീഗിൽ ഗോളടിച്ചു കൂട്ടി, എന്നിട്ടും പക്ഷേ വിമർശനങ്ങളുണ്ടായിരുന്നു. ഒടുവിൽ അൽവാരോ ആർബിലോവയുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തേക്ക് വന്നതും, ഒരു കളി കഴിഞ്ഞിട്ട് അത്തരത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചതും ഒക്കെ വലിയ വിഷയമായി. പിന്നെ പരിക്കേറ്റ് വിശ്രമമുള്ള സമയത്ത് അദ്ദേഹം തൻ്റെ കാമുകിയെയും കൊണ്ട് ഇറ്റലിയിലേക്ക് പോയതും ടീം ഇവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നതും ഒക്കെ അന്ന് വലിയ രൂപത്തിൽ സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെട്ടു. വിവാദങ്ങൾ പിന്തുടർന്ന ഒരു സീസണിനൊടുവിലാണ് വേൾഡ് കപ്പിന് എംബാപ്പെ എത്തുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തെ ബാധിക്കുമോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഫ്രഞ്ച് ആരാധകർക്ക് ആശങ്കയുണ്ട്. ആ ആശങ്കയാണ് മാധ്യമങ്ങൾ ചോദിച്ചത്. പക്ഷേ കോച്ച് അത് അങ്ങനെ ഇല്ല എന്നാണിപ്പോൾ പറയുന്നത്. അതേസമയം സാലിബയുടെ കാര്യത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്ന കാര്യമാണല്ലോ, അദ്ദേഹത്തിന് പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതത്ര എളുപ്പം മാറുന്ന ഒന്നല്ല എന്ന സൂചനകളുണ്ട് എന്ന് ESPN അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നലെ ട്രെയിനിങ് സെഷനിൽ സാലിബ ഉണ്ടായിരുന്നില്ല. എന്നാലും കോച്ച് സാലിബയുടെ കാര്യത്തിൽ നിങ്ങളുടെ ഈ ആശങ്ക എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, സാലിബക്ക് പ്രശ്നമൊന്നുമില്ല എന്ന നിലപാടാണ് എടുത്തത്. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ ആ വാക്കുകൾ കൂടി ഒന്ന് നോക്കാം. അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ കൺസേൺ എന്താണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. സാലിബയുടെ കാര്യത്തിൽ ഹീ ഈസ് ഫൈൻ, വേണമെങ്കിൽ നാളെ, അദ്ദേഹം ഇന്നലെ പറയുകയാണ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ, വേണമെങ്കിൽ നാളെ കളിപ്പിക്കണോ, അവൻ കളിക്കാൻ റെഡിയാണ്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു മത്സരം കളിക്കാത്തത്. അതിൻ്റെ കാരണം ഇറ്റ്സ് എ മാറ്റർ ഓഫ് മാനേജ്മെൻറ്റ്, ടൈം മാനേജ്മെൻറ്റ്, പ്ലേയിങ് ടൈം മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കളിക്കുന്നില്ല. എല്ലാ താരങ്ങളും കളിക്കാൻ റെഡി ആയിട്ടുള്ളവരുണ്ട്. സോ അതാണ് ഞങ്ങളിവിടെ പരിശോധിക്കുന്നത്. ഇപ്പോൾ 6 താരങ്ങൾ ചാമ്പ്യൻസ് ലീഗിന് ശേഷം വന്നിട്ടുള്ളവരുണ്ട്. സോ അവർക്കിടയിൽ പ്ലേയിങ് ടൈം അതനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നൗ ഈസ് ദി ടൈം ടു ഡു ഇറ്റ്. 26 താരങ്ങൾ ഞങ്ങളുടെ ടീമിലില്ലേ, അവരെല്ലാവരും ഗുഡ് കണ്ടീഷനിലാണ് എന്നാണ് സാലിബ വിഷയത്തിൽ ഇപ്പോൾ ദശാമിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രസ്താവന. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.